ചേട്ടാ, CPM-നെ സംബന്ധിച്ച് വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ള പേരിൽ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വയ്ക്കും. ഒടുക്കം അതാകെപ്പാടെ മൊത്തത്തിൽ നാണം കെട്ട് കഴിയുമ്പോഴേക്കും അതിലൊന്നും മറുകണ്ഠം ചാടും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അത് ചേട്ടാ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അത് താങ്കളും കേട്ടിട്ടുണ്ട്, പ്രശാന്തും കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. പ്രശാന്തേ, ഇതിനകത്ത് സംഭവിക്കാൻ ഇത് ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് നമ്മൾ വളരെ രണ്ട് മൂന്ന് ദിവസത്തിന് ഒരാഴ്ചക്ക് മുന്നേ, അതായത് നാളെയോ മറ്റോ സുപ്രീം കോടതിയിൽ സർക്കാർ ഈ പറയുന്നതിനെ സംബന്ധിച്ച് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇതിന്റെ വാർത്ത ഇതിനു മുമ്പ് വന്നിരുന്നത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജയകുമാർ സാറ് അവരുടെ ഒരു മീറ്റിംഗ് കൂടിയ ശേഷം പത്രപ്രസ്താവനയിലൂടെ പറഞ്ഞു, ഞങ്ങൾ സ്ത്രീ പ്രവേശനത്തിന് ഈ പറയുന്ന ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് എതിരാണ്, ആചാര ലംഘനമാണ്, ഞങ്ങൾ അതിന് നിൽക്കില്ല എന്ന് ജയകുമാർ സാറ് പറഞ്ഞു, ദേവസ്വം ബോർഡ്. അപ്പോൾ ഞാനും നമ്മുടെ തന്നെ ഇവിടുത്തെ സഹപ്രവർത്തകർ നമ്മൾ അന്നൊരു ടോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചർച്ച, നമ്മുടെ ഒരു സംസാരം നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പ്രശാന്ത് അല്ലായിരുന്നു, എനിക്ക് അതെ, നമ്മൾ ആരോ ഇവിടെ സംസാരിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നതിൽ. അപ്പോൾ ഞാനും രാഹുലും ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതായാലും നമ്മളത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത് സർക്കാരിൻ്റെ സ്റ്റാൻഡാണ്, ഇത് സർക്കാരിൻ്റെ സ്റ്റാൻഡാണ്, ആ സ്റ്റാൻഡിൽ മാറ്റം ഉണ്ടാവില്ല. ഇതിപ്പോൾ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എന്താണ് സർക്കാരിൻ്റെ സ്റ്റാൻഡ്? കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ സുപ്രീം കോടതിയിൽ ഈ വിഷയം വീണ്ടും പൊങ്ങി വന്നു. എന്താണെന്ന് പറയണം, സർക്കാർ നിലപാട് പറയണം. ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഈ വനിതകളെ കയറ്റാം എന്നുള്ള അത് സത്യവാങ്മൂലമാണ് അറിയിച്ചിരിക്കുന്നത്. ആ സത്യവാങ്മൂലത്തിൽ ഇത് തിരുത്താൻ സർക്കാർ തയ്യാറാണോ എന്ന് ബഹുമാനപ്പെട്ട VD സതീശൻ അന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് തിരുത്തി എന്ന് പറഞ്ഞാൽ ആ സത്യവാങ്മൂലത്തിൽ നിന്നുകൊണ്ട് സർക്കാർ മെഴുകി വാരുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് CPM എന്ന് പറയുന്ന പാർട്ടി. അതായത് ഒരു പഴഞ്ചൊല്ല് പണ്ട് പറയും, ഒലക്ക വീണ ചത്ത കോഴീൻ്റെ ചാറ് കൂട്ടാം, എന്നിട്ട് വേണമെങ്കിൽ പറയും കയണവും കൂട്ടാന്ന് പറയും. മനസ്സിലായില്ലേ? അത് അനുബന്ധമായിട്ടേ പറയുള്ളൂ. ഒലക്ക വീണ് ചത്ത കോഴിൻ്റെ ചാറും കൂട്ടാം, വേണമെങ്കിൽ കയണവും കൂട്ടാം എന്ന് ഇങ്ങനൊരു പറയുന്ന പോലെ ഇവരിപ്പോൾ പറഞ്ഞെന്നറിയോ, സത്യവാങ്മൂലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അതിനെ എന്ന് വെച്ചാൽ സത്യവാങ്മൂലത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, പിന്നെ ഇപ്പോഴത്തെ സാമൂഹിക പരിസ്ഥിതിയിൽ ഞങ്ങൾക്കിത് പറയുമല്ലോ, നമ്മൾ പഴയ നേതാക്കൾ പ്രസംഗത്തിൽ മനസ്സിലായി. അതേപോലെ ഈ പറയുന്നതിന് അണ്ടർസ്റ്റുഡ് ഉണ്ട്. ഒരു അണ്ടർസ്റ്റുഡ്, നമ്മൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു കോട്ട് ബാക്കി ഇട്ടിട്ട് ഒരു പൂരിപ്പിക്കൽ എന്ന് പറയും, എന്നിട്ട് ആ കോട്ട് എടുത്തിട്ടാണ് അങ്ങ് പൂരിപ്പിക്കുന്നത്. ഇവർക്ക് മാത്രമേ ബുദ്ധിയുള്ളെന്നാണ് ഇവരുടെ വിചാരം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ആട്ടപടലം പെട്ടു. ഇനിയിപ്പോൾ ഒരു ഇലക്ഷനിലേക്ക് വരുമ്പോഴേക്കും എതിരാളികൾ ഇതൊക്കെ എടുത്ത് കാണിച്ച് വോട്ടാക്കി മാറ്റുമെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ശബരിമല സ്ത്രീ പ്രവേശനം, അത് എന്തൊക്കെ പറഞ്ഞാലും അത് സർക്കാരിൻ്റെ തലയിലെ ഒരു കീറാമുട്ടി തന്നെയാണ്. അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങി വോട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പോലും ആ ഒരു ഇടതുപക്ഷ ട്രെൻഡ്, അങ്ങനെ തന്നെ പറഞ്ഞു, ഇടതുപക്ഷ ട്രെൻഡ് ആഞ്ഞു വീശിയ കാരണത്താൽ മാത്രമാണ് ഈ പറഞ്ഞ ശബരിമല സ്ത്രീ പ്രവേശനം കഴിഞ്ഞതിന് ശേഷവും ഒരു വിജയമുണ്ടായത്. പക്ഷെ അതിനുശേഷം പിന്നാലെ വന്നിട്ടുള്ള സ്വർണ്ണപ്പാളി വിവാദം ആ ട്രെൻഡിനെ അങ്ങ് കൊണ്ടുപോയിട്ട് അറബിക്കടലിലോട്ട് കൊണ്ടേ അങ്ങ് മുക്കി. അറബിക്കടലിലോട്ടിന്റെ പരിസരത്തേക്ക് കൊണ്ടുപോയില്ല, അറബിക്കടലിന്റെ നടുക്ക് കൊണ്ട് ആ ട്രെൻഡിനെ അങ്ങ് മുക്കി. ടൈറ്റാനിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ ഇനി ഒരു ഉയർന്നു വരവില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ CPM ഇപ്പോൾ അടിത്തട്ടിലേക്ക് പോകാൻ പോവാണ്. ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് UDF എന്ന് പറയുന്ന മഞ്ഞുമലയിലിരിച്ച് ഒരിക്കലും തകരില്ല എന്ന് വിശ്വസിച്ച ടൈറ്റാനിക് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുക പിളർന്ന് മുങ്ങാൻ പോവുകയാണെന്ന് ആടിയുലയാത്ത കപ്പലിന്റെ കപ്പിത്താനായിട്ടുള്ള പിണറായി വിജയൻ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെ, ഇതിലേ നമ്മൾ ഈ പറയുന്ന പോലെ ഈ സത്യവാങ്മൂലത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ പരിസ്ഥിതിക്ക് സ്ത്രീകളെ അമ്പലത്തിലേക്ക് കയറ്റുന്നത് ശരിയാവില്ല. ഇത് ഞങ്ങൾ സ്ത്രീ പ്രവേശനത്തിനെ എതിർക്കുന്നു, ആചാരത്തിനെ ഞങ്ങൾ ലംഘിക്കുന്നില്ല എന്ന് ഇപ്പൊ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊക്കിപ്പിടിച്ചോണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇതാണ് പറയുന്നത്, ഈ പറയുന്ന സ്ത്രീകൾക്കും പുരുഷനും സമത്വം എന്ന്, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി വിപ്ലവത്തിന്റെ പാർട്ടിയാണ് എന്ന് കാണിക്കാൻ ഇവരൊന്ന് ചിന്തിക്കാനുള്ളത്, ഒരു ക്ഷേത്രം ശബരിമലയിലെ അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സംസാര ലോകത്ത് നിന്ന്, ഈ ശല്യങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു കാട്ടിൽ അദ്ദേഹം പോയി ഇരിക്കുവാണ്. ഒരു കാട്ടിൽ പോയി ഇരിക്കുവാണ്. പാവം, എന്നെ നിങ്ങൾ ശല്യം ചെയ്യരുതേ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അവിടെയാണ് വ്രതശുദ്ധിയോടെ, പണ്ട് പ്രശാന്തിന് അറിയുമെന്നറിയില്ല, എൻ്റെയൊക്കെ കുട്ടിപ്രായം, തീരെ കുട്ടിപ്രായം എന്ന് വെച്ചാൽ എൻ്റെ 5ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അറിയാം, വർഷം കണക്ക് ഒരു 75, 80 ഈ കാലഘട്ടം ഞാൻ പറയുന്നത്. നിങ്ങൾക്കാളൊക്കെ ഞാൻ വളരെ സീനിയറാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ ശബരിമലയിൽ പോയിട്ട് തിരിച്ചെത്തുക എന്നുള്ള പേടിയായിരുന്നു. കാര്യം പുലി പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. അതെ, നോയമ്പ് കറക്റ്റ് അല്ലെങ്കിൽ
അപ്പൊ ആ ഒരു ആചാര ലംഘനം എന്ന് പറയുന്നത്, അത് ലംഘിക്കുക എന്ന് പറയുമ്പോൾ കോടതി വിധിയെ ഞങ്ങൾക്ക് മാനിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് എന്തെല്ലാം ഉപാധി ഉണ്ടായിരുന്നു? അതിനുവേണ്ടി കൊണ്ടുവന്നത് ആരെയാണെന്നും കൂടെ ചിന്തിക്കണം. അതാണ്. അപ്പോൾ ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ, ഈ ആശയം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ എത്ര സർക്കാർ മാറി മാറി വന്നു. VS വന്നു, VSന് ശേഷം ഉമ്മൻചാണ്ടി സാറ് വന്നു, അതിനുശേഷം വീണ്ടും ഈ പറയുന്ന വിശുദ്ധ പരമാത്മാവ്, ഇപ്പോഴത്തെ വിശുദ്ധ പരമാത്മാവ് വന്നു. ഈ വിശുദ്ധ പരമാത്മാവ് ഒക്കെ ഇരിക്കവേ തന്നെയല്ലേ ഇതെല്ലാം നടന്നത്. അപ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാനായി. ഇപ്പൊ പ്രശാന്ത് പറഞ്ഞ പോലെ എന്തിന് അന്ന് ഇത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പേരില് നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജന നടത്തിയെന്നും പറഞ്ഞ് അതിനകത്ത് കൈയിട്ട് വാരി, നന്ദഗോവിന്ദം പോലും അങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ കാര്യം അറിഞ്ഞിട്ടില്ല. ഇവന്മാരൊക്കെ എന്നാ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലാഭം നോക്കാൻ നടക്കുകയില്ല. ബക്കറ്റ് പിരിവ് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബക്കറ്റ് മാത്രമേ ലാസ്റ്റ് തിരിച്ചില്ലുള്ളൂ, പിരിവുണ്ടാവുകയില്ല. രക്തസാക്ഷി ഫണ്ട് പിരിച്ചതിന്റെ പേരിൽ പൈസ മുക്കിയ കഥകൾ നമ്മൾ അറിഞ്ഞു. സ്വർണ്ണപ്പാളി നന്നാക്കാനെന്നും പറഞ്ഞ് അടിച്ചുകൊണ്ട മുക്കി, അതിന്റെ കഥ നമ്മൾ അറിഞ്ഞു. അതിനുശേഷം ആഗോള അയ്യപ്പ സംഘം എന്നും പറഞ്ഞിട്ട് ഒരു പ്രകസനം കാണിച്ച് അതിന്റെ പേര് മുക്കി. അത് എന്തിനെന്നറിയോ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? വിശ്വാസികളുടെ കണ്ണി പൊടിയിടാനായിട്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ വോട്ട് കൂടെ കിട്ടണം, ഭൂരിപക്ഷ വോട്ട്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഘട്ടം ഘട്ടമായിട്ടാണ് PR വർക്ക് ചെയ്തത്. ഘട്ടം ഘട്ടമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ആ രീതിയിൽ ഭൂരിപക്ഷ സമുദായത്തിന്, NSSനെ, SNDPയെ ഫോക്കസ് ചെയ്യാൻ നോക്കി. അതിനുശേഷം പുള്ളി ചില പ്ലാനുകൾ നടത്തി ന്യൂനപക്ഷ സമുദായത്തിനെ ഇപ്പൊ നടത്തി വെച്ചിട്ടുണ്ട്. JB കോശി കമ്മീഷൻ ഒക്കെ ഇപ്പൊ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അത്തരത്തിൽ എല്ലാവരെയും സുഖിപ്പിച്ചിറങ്ങുമ്പോഴാണ് കട്ടള കാണാനില്ലേ എന്ന് ആര് പറഞ്ഞു? മറ്റേ കള്ളം പോറ്റി അല്ലെ, കട്ടള അടിച്ചോണ്ട് പോയി. അത് ആർക്കിട്ട് മനഃപൂർവ്വം കാണാതെ പോയേ എന്ന് സമൂഹത്തെ അറിയിച്ചതല്ല, ഭഗവാനുള്ള പേടി കൊണ്ട് അറിയിച്ചതല്ല, ദേവസ്വം ബോർഡിനിട്ട് പണിയാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ അതവിടെ നിന്നോട്ടെ. ഇപ്പോ നമ്മൾ കണ്ടതാണ്, പ്രശാന്ത് കണ്ടതാണ്. പ്രശാന്തിന് അന്ന് തീരെ ചെറുപ്പമായിരിക്കുന്നതാണ് ഈ ആഗോള അയ്യപ്പ സംഗമം അല്ല, അതിനു മുമ്പ് ഈ ആചാര ലംഘനം നടന്ന വർഷം പ്രശാന്തിന് ഓർമ്മയുണ്ടല്ലോ. തീരെ ചെറുപ്പമൊന്നുമല്ല, ഞാൻ കേരളാവിഷന് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർഷം ഓർമ്മയുണ്ടല്ലോ. അന്ന് ആ കാണുന്ന സീനുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? അപ്പൊ ആ വർഷം നമ്മളെ കണ്ട ആ സീനുകളും അന്ന് അവിടെ തൊഴാൻ വന്ന അന്ന് അവിടെ സമരം വിളിക്കാൻ വന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച എത്രയോ സാധാരണ ഭക്തരുടെ മേൽ ഈ സർക്കാർ ചുമത്തിരിക്കുന്ന കേസ് പിൻവലിച്ചിട്ടില്ലടോ. ഉണ്ട്. അവർക്കൊന്ന് ഒരു വിദേശയാത്ര തരപ്പെട്ടാൽ ഈ ഒരു കേസ് കാരണം പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടക്കുന്നില്ല, പാസ്പോർട്ടിൽ ഇവിടുന്ന് പോവേണ്ട മറ്റു പേപ്പർ വർക്ക് നടക്കുന്നില്ല. ഇതൊന്ന് തീർത്തു കൊടുക്കാൻ പറ്റുമോ സാർ? ഇതൊന്ന് തീർത്തു കൊടുക്കാൻ പറ്റുമോ സാർ? ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്. ഇനി നമുക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വോട്ട് കിട്ടണം. അവിടെയും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ് മീറ്റ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾ അങ്ങ് LDFന്റെ തീരുമാനമായി പറയാൻ ഏൽപ്പിച്ചു. ഇവരൊക്കെ ആരാണ്? ഉടയ തമ്പുരാന്മാരാ? ശബരിമല അയ്യപ്പന്റെ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാണ്? ശബരിമല അയ്യപ്പന്റെ വിശ്വാസികൾ ആരാണ്? ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരാണ്. അത് ഇവരുടെ പാർട്ടിയിലെ ആൾക്കാർ തന്നെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിച്ച കളിയിൽ നോട്ടയ്ക്ക് കിട്ടുന്ന വോട്ടെങ്കിലും CPMന് കിട്ടിയാൽ കൊള്ളാമെന്നാണ് തോന്നി. പ്രശാന്ത്, ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഒരു ആവേശം കൊണ്ട് എടുത്തു ചാടി ഇവര് വലിയ സാമൂഹിക പരിഷ്കർത്താക്കളാണെന്നും പറഞ്ഞ് സ്ത്രീകളെ കയറ്റാൻ, ശരി സമ്മതിച്ച്, കുടുംബത്തിൽ പറഞ്ഞ 2 സ്ത്രീകളെ നിങ്ങൾ കയറ്റി കാണിക്കാത്തത്? അതിന് കുടുംബത്തിൽ പറഞ്ഞ ആരെ കിട്ടുമോ? അതാണ് പറഞ്ഞത്. കുടുംബത്തിൽ പറഞ്ഞ ഒരു സ്ത്രീകളും വരത്തില്ല. അപ്പോ ഞങ്ങൾ വിപ്ലവം കാണിക്കാനായി, സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ പാലിക്കാനായി ഞങ്ങൾ 2 സ്ത്രീ രൂപങ്ങളെ കയറ്റി എന്ന്. ഞങ്ങൾ സ്ത്രീകളെ കുറ്റം പറയുന്നതൊന്നുമല്ല. ഞാൻ ഈ വിഷയം നടക്കുന്ന സമയത്ത് ഇവിടെ എറണാകുളത്ത് എന്റെ സഹമുറിയനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഞാനും ആ ചെറുപ്പക്കാരനും തമ്മിൽ നിത്യം ഉടക്കായിരുന്നു. ഞാൻ ഇതിനെ ആചാരത്തിന് അനുകൂലിക്കും, അയാൾ പറയും സമത്വത്തിന്. ഏതായാലും ഞാനൊരു ഉദാഹരണം ജസ്റ്റ് പറഞ്ഞ, ആനക്കാര്യത്തിനിടയിൽ ചേനക്കാര്യം പറഞ്ഞല്ല. ഏതായാലും ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ ഈ സർക്കാരിന് നിരവധി വീഴ്ചകൾ. ബഹുമാനപ്പെട്ട VD സതീശനും ഇനി പ്രതിപക്ഷ നേതാക്കളും ചോദിക്കും, ഈ ബുദ്ധി അന്ന് തോന്നാത്തത് എന്തേ? അതിനു പുറമെ ചോദിക്കാനുള്ള ഒന്നുകൂടെ, ഈ പറയുന്ന രീതിയിൽ വോട്ട് കിട്ടാനാണ് ഈ തന്ത്രം എന്നുള്ളത് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷെ ഞങ്ങൾക്ക് അറിയാത്തതല്ല. അതുപോലെ കേരള ജനതയ്ക്കും അറിയാം. ഈ 16 മണിക്കൂറിൽ, ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്ന 16 മണിക്കൂറിൽ അയ്യപ്പനോടും ആചാര ലംഘനത്തോടും ഇത്രയും കൂറുണ്ടായതിൽ വളരെ നന്ദിയുണ്ട് എന്ന് ഈ സമൂഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, ഈ സർക്കാരിനോടും പറയും.